ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു കിടിലൻ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ മിസ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, അതുപോലെ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് അബീസ്കൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് 3 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചപ്പുമാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വലിയൊരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയും കൂടി തൂവിയിട്ട് എല്ലാം കൂടി നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നല്ലോണം കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ചിക്കനിൽ നല്ലോണം മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ചിക്കനെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കും. മുകളിൽ അല്പം കറിവേപ്പിലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടത്തിനായതുകൊണ്ട് കൂടുതലായിട്ട് മുരിച്ചൊന്നും കൊടുക്കുന്നു. ചിക്കൻ ഇവിടെ പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ട് ഓയിലിൽ നിന്ന് അല്പം ഓയിലിലോട്ടാണ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി കുനുകുന അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുന്നു. നിങ്ങൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാട്ടോ. എൻ്റെ കയ്യിൽ വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. പച്ചമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാത്തതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ 1/2 സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. ഈ ഒരു സ്പൂണിന് 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കും. ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് എല്ലാം റെഡി ആയതിനു ശേഷം മുകളിൽ ചപ്പും കറിവേപ്പിലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കിഡിലും ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് അബീസ്കൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.